എന്താ മോളെ ഇത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ പോകുന്നത്? അച്ഛൻ എന്തീ പറയുന്നത്? അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കും പ്രാക്ടിക്കലായിട്ടും അച്ഛന് തോന്നുന്നുണ്ടായിരിക്കും. എന്നാ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു പോയതിന്റെ പേരിൽ സങ്കടപ്പെടരുതെന്നായിരിക്കും അച്ഛൻ പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല അച്ഛ. ഒരു തവണ കൂടി അച്ഛൻ ഇങ്ങനെ പറഞ്ഞാ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയാണെങ്കിൽ നിന്റെ കരിയറിന് തന്നെ നല്ലതല്ല. പ്രിയ മരിച്ചതിന്റെ പിന്നിലെ സത്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്റെ ഈ കരിയർ കൊണ്ട് ഒരു കാര്യമില്ല അച്ഛ. ഇത്രയും അറ്റാച്ച്മെന്റ് വേണം മോളെ. ലൈഫ് ലോങ് ആരും കൂടെ വരില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓ, അപ്പൊ എന്റെ അറ്റാച്ച്മെന്റാ അച്ഛന്റെ പ്രോബ്ലം അല്ലേ? അതല്ലെങ്കിൽ പിന്നെ അച്ഛന് ഒരു പ്രോബ്ലം ഇല്ലല്ലേ? ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇനി ഒരു പ്രാവശ്യം കൂടി ഈ ടോപ്പിക്കിനെ പറ്റി പറയരുത്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് സെയിം ഹൗസ് ടു സെപ്പറേറ്റ് പീപ്പിൾ ലിവിംഗ് ഇൻ ദ സെയിം പ്ലേസ്. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോളെ. ഞങ്ങൾ എല്ലാ വിധത്തിലും അന്വേഷിച്ചു നോക്കി. ഇത് സൂയിസൈഡ് കേസ് തന്നെയാ. എന്തിനാ സൂയിസൈഡ് ചെയ്തെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവള് നിന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ? എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ അതോട് പറഞ്ഞിട്ട് വെക്കോ. സർ എല്ലാരോടും ചോദിച്ചിരുന്നോ? സർ എൻക്വയറി ചെയ്തിരുന്നോ? ടാങ്കിന്റെ അടുത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്തിരുന്നോ സർ? വാച്ച്മാനെ ചോദ്യം ചെയ്തോ? അവിടെയുള്ള ഏതെങ്കിലും CCTV ചെക്ക് ചെയ്തിരുന്നോ സർ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ലോലിപോപ്പ് കിട്ടുന്ന സ്ഥലത്ത് നിർത്താൻ പറഞ്ഞ? നീ പറയുന്ന ലോലിപോപ്പുകാരനെ പോലെ ഇവിടെ ഒരുത്തനുമില്ല. നിനക്കെന്താ അത് പറഞ്ഞാൽ മനസ്സിലാവാത്തെ? സർ ഞാൻ അവരെ വരച്ചിട്ടുണ്ട് സർ. ഒരു തവണ ഒന്ന് നോക്ക് സർ. ഇതുപോലെ കണ്ണും കാതും മൂക്കും ഒന്നുമില്ലാത്ത ഒരുത്തനെ ഇത്രയും നാളും അന്വേഷിച്ച് തുറക്കുമ്പോ എനിക്ക് തന്നെ നടക്കട്ട് തോന്നുന്നു. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ ചത്തുപോയ പെണ്ണ് നിന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും നിന്റെ തലയിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി വരുന്നത്. ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കണ്ട. ഒരു നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ നോക്ക്. നിന്റെ നല്ലതിനാ പറയുന്നത്. ഇത് ഇവിടെ അവസാനിപ്പിച്ചോ? നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതോ ഇല്ലയോ? നിങ്ങൾ ഇതുവരെ എന്റെ ബോസ് ആയിട്ടില്ല. അത് മൈൻഡിൽ വെച്ചോണ്ട് സംസാരിക്കണം. ചാർജ് എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ ചാർജ് എടുത്താലോ? ലിസൺ ടു മീ. പരിപ്പിളക്കുന്നുണ്ട്. സർ ഒന്ന് കേക്ക് സർ പ്ലീസ്. ഹലോ, ഈ ഒരു കേസ് മാത്രമല്ല, ദേ ഇവിടെ 1008 കേസുണ്ട്. നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് 100% സൂയിസൈഡ് തന്നെയാ. ആൻഡ് ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇറ്റ് നൗ. നീ പോലീസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ഒരു ക്രിമിനലിന് പോലും നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാവില്ല. അങ്ങനെയല്ലേ? പക്ഷേ ഇവിടെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു പ്രിയ. അതെ, ഇന്നത്തെ ഇവിടെ എന്താ പരിപാടി? സർ, ചെറിയൊരു ഫെയർവെൽ പാർട്ടി. പാർട്ടിയോ? പാർട്ടി നടത്തുന്ന സ്ഥലത്ത് പെട്ടെന്ന് എടുത്തു വെക്കടാ. നീ ഒന്ന് അതച്ച് അവര് പോയി നമുക്കൊരു സെൽഫി എടുക്കാം. വാ, ഒരു സെൽഫി. ഇപ്പോഴല്ലേ അവര് പറഞ്ഞിട്ട് പോയേ? ശരി, ഓക്കെ. വേഗം വാ. റെഡി, സ്മൈൽ. വണ്ടി എടുക്കും. ആ സാധനം എടുത്ത് അകത്ത് വെക്കേ. ഓക്കെ. ബൈ ബൈ. Love me like you do, love me like you do, la la la. ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? ഓ സോറി. ഓക്കെ. ഞാൻ മേലെ പോന്നു. ഡോ, താൻ എന്താ കാണിക്കുന്നേ? Wow, this is amazing. La la la.
ഹലോ യാ ഞാനിപ്പോൾ എത്താം. ഹെവി ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. ഈ മെഡിസിൻ ഓക്കെ 1 മണിക്കൂർ ഇടവിട്ട് 5 ml കൊടുക്കണം. ഓക്കെ ഡോക്ടർ. മാഡം ഇപ്പോഴത്തെ കണ്ടീഷൻ ഡോക്ടർ വരാൻ വെയിറ്റിംഗ് മാഡം. ഒന്ന് കാണാൻ പറ്റുമോ? നോട്ട് അലോഡ്. നമസ്കാരം. അവിടെ ഇരുന്നോളൂ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്ത് എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നാ മതി. ഇന്നലെ രാത്രി എത്ര സന്തോഷത്തോടെ അവള് സംസാരിച്ചെന്നറിയും. അച്ഛാ, ഇനി നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരുന്ന് അവള് പറഞ്ഞു. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കഷ്ടപ്പാടുകൾ തീരില്ലെന്ന് മനസ്സിലായി. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നി തുടങ്ങി. സ്വപ്നയുടെ ഫാദർ ഞാനാ. റിസപ്ഷനിൽ വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. Yes. പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ആ ചെറുക്കൻ സ്പോട്ട് ഡെഡ് ആണ്. പെൺകുട്ടി ഇന്റേണൽ ഇഞ്ചുറിയിൽ കോമയിലാണ്. തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല. ഒബ്സർവേഷനിലാണ്. വി വിൽ അപ്ഡേറ്റ് യു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ആക്സിഡന്റ്? ഓവർ സ്പീഡ്. എനി ഡൗട്ട്സ്? ORR ആക്സിഡന്റിൽ എന്ത് ഡൗട്ട് മാഡം? കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ്. ആക്സിഡന്റ് ആയി ക്ലോസ് ചെയ്തു. ശരി മാഡം. സീ യു ലേറ്റർ. ഓക്കെ മാഡം. ഈ വർഷവും ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. കൺഗ്രാസ് ടു ഓൾ. അടുത്ത വർഷവും നമ്മുടെ സിറ്റിയെ ക്രൈം ഫ്രീ സിറ്റി ആയിട്ട് കാണണമെന്നുള്ളത് നമ്മുടെ CM-ന്റെ ആഗ്രഹമാണ്. പക്ഷെ സാറേ 1 year എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. യാ ഐ നോ, ബട്ട് നമ്മൾ വിചാരിച്ച നടക്കില്ലേ? നോ ഇഷ്യൂ സാർ, നമുക്ക് കഴിയും. ഐ ടു എഗ്രി. പ്രൂഫ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് കേസുകളൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് നല്ല അച്ചീവ്മെന്റ് ഉണ്ടാവും സർ. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? സർ, ക്രൈംസ് നടക്കുന്നുണ്ട്. എവിഡൻസ് പ്രൂഫ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ച് നമുക്ക് കേസ് അങ്ങനെ സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അത് വേറൊന്നുമല്ല സാർ. 2 വർഷം മുമ്പ് ആ ലോലിപോപ്പ് തിന്നുന്ന ഒരുത്തന്റെ കേസ് ഉണ്ടല്ലോ, മാഡം അത് മറന്നിട്ടില്ല. ഞാൻ പ്രോപ്പറായിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. കേസ് അന്ന് തന്നെ ക്ലോസ് ചെയ്തു സാർ. തന്നെയുമല്ല 2 years ആയി പേഴ്സണലായി മാഡവും ആ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എവിടെ പോയി മാഡം മാഡത്തിന്റെ ഒബ്സർവേഷനും ഗട്ട് ഫീലിംഗും ഒക്കെ? മാഡം സമ്മതിക്കില്ല, കാരണം സുപ്പീരിയർ അല്ലേ. നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ്? സോറി സാർ.